اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبه نستعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 79ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അമല് ചേർന്ന് വന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷ കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ അർറജാഉൽ കാദിബ, കള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അത് വെറുതെ വ്യാമോഹം, അള്ളാഹുവിന്റെ മേൽ വെറുതെ വ്യാമോഹം വെച്ച് പുലർത്തലാണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, മത്ലബുൽ ആരിഫീന മിനല്ലാഹി അസ്സിദ്ഖു ഫിൽ ഉബൂദിയ്യ വൽ ഖിയാമു ബിഹുഖൂഖിർ റുബൂബിയ്യ. സത്യത്തിൽ ഇത് രണ്ട് കാര്യങ്ങൾ ഇതിൽ വിശദീകരിക്കണം, റുബൂദിയ്യത്തും റുബൂബിയ്യത്തും. റുബൂബിയ്യത്ത് ഒരു രഹസ്യമാണ്, അത് വിശദീകരിക്കാൻ ഒന്നാമത് വലിയ പ്രയാസമുണ്ട്. നമ്മളതിന്റെ ലാഹിറായ കാര്യം മാത്രം പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മത്ലബുൽ ആരിഫീന, ആരിഫീങ്ങളെ അപേക്ഷ, ആരിഫീങ്ങളെ തേട്ടം, മിനല്ലാഹി അള്ളാഹുവിനോട്, അള്ളാഹുവിനോട് ആരിഫീങ്ങളെ അപേക്ഷ, അസ്സിദ്ഖു ഫിൽ ഉബൂദിയ്യ, അടിമത്വത്തിലുള്ളതായ സത്യസന്ധതയാണ്. ആരിഫീങ്ങളാകുന്ന ആളുകൾ അള്ളാഹുവിനോട് തേടുന്ന കാര്യത്തിനെ കുറിച്ചാണ് പറയണത്. മത്ലബുൽ ആരിഫീന, ആരിഫീങ്ങളെ അപേക്ഷ, മിനല്ലാഹി അള്ളാഹുവിനോട്, അസ്സിദ്ഖു ഫിൽ ഉബൂദിയ്യ, അടിമത്വത്തിലുള്ളതായ സത്യസന്ധത, അതാണ് അവർ അള്ളാഹുവിനോട് എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത്. സ്വാലിഹീങ്ങളാകുന്ന ആളുകൾക്ക് ഓലാരെങ്കിലും അള്ളാന്റെ അടിമേ എന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ കുത്തുബാനിയത്തിന്റെ പദവി പറയുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്, അവരെ പേര് ചിലപ്പോ ശംസുദ്ദീനേക്കാരം, അവരെ പേര് ചിലപ്പോ പിന്നെ മറ്റേ അബൂബക്കർ എന്നേക്കാരം. പക്ഷെ അവർക്ക് ഗൈബിയായ ലോകത്തൊരു പേരുണ്ട്, ആ പേര് അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള. കുത്തുബാണ് ശരിക്ക് യഥാർത്ഥ അള്ളാഹുവിന്റെ അടിമ എന്നാണ് അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു ഇബ്രീസിലൊക്കെ എന്ത് ചെയ്യണത്, പറയണത്. അപ്പോ ഓലാരെങ്കിലും അള്ളാഹുവിന്റെ അടിമേ എന്ന് വിളിക്കാൻ ഓലെന്ത് ചെയ്തിരുന്നു, താല്പര്യപ്പെട്ടിരുന്നു. ഞാനൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ബഹുമാനപ്പെട്ട റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ബൽഖയിലെ രാജാവായിരുന്നു എന്നും അല്ലെ, വലിയ രാജ്യത്തിന്റെ അധിപനായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം മനം മാറ്റം വന്ന് ആരിഫീങ്ങളെ മാർഗത്തേക്ക് വരാനുള്ള ഒരു കാരണത്തിനെ കുറിച്ച് കിതാബിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ രാജാവായി നിൽക്കുന്ന സമയത്ത് ഒരു അടിമച്ചന്തയിലേക്ക് പോയി. അപ്പൊ ഇങ്ങനെ ഒരുപാട് അടിമകൾ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു അടിമനെ കണ്ടപ്പോ, ആ മുഖം കണ്ടപ്പോ ഇവർക്ക് വല്ലാതെ ഇഷ്ടമായി. ചില ആൾക്കാരെ മുഖത്തേക്ക് നോക്കുമ്പോ തന്നെ ഒരു നന്മ ആ മുഖത്തുണ്ടാവും, ചില ആൾക്കാരിലേക്ക് നോക്കിയാൽ നമുക്ക് അങ്ങനെ മനസ്സിലാവും. അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു അടിമയെ കണ്ടപ്പോ, ഞാൻ നിന്നെ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിനക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടത് ചോദിച്ചു തരാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങെന്താണോ പറയുന്നത് ആ ഭക്ഷണം എനിക്ക് മതി. എന്ത് വസ്ത്രമാണ് നിനക്ക് വാങ്ങിത്തരേണ്ടത് ചോദിച്ചു. അങ്ങെന്താണോ തരുന്നത് അത് മതി. നിന്നെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് ചോദിച്ചത്. അങ്ങെന്ത് പേരാണോ വിളിക്കുന്നത് ആ പേര് മതി. ഇത് കേട്ടപ്പോൾ മൂപ്പർക്ക് വലിയൊരു അത്ഭുതം തോന്നി. കേവലം അടിമയായ ഒരു മനുഷ്യൻ യജമാനനായ മറ്റൊരു മനുഷ്യനോട് പറയാണ്,
നിങ്ങൾ എന്താണോ എന്നെ അഭിമുഖീകരിക്കുന്നത് അതാണ് ഞാൻ. അപ്പൊ സത്യത്തിൽ ഞാൻ അള്ളാഹുവിന്റെ അടിമയല്ലേ? അള്ളാഹു എന്താണോ കരുതുന്നത് അതാവണ്ടേ ഞാൻ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് മൂപ്പർക്ക് എന്ത് ചെയ്തത്? ആ മനംമാറ്റം വന്നത്. ആ ഉബൂദിയത്തിന്റെ വില അദ്ദേഹത്തിന് കപ്പം ചെയ്തു. മനസ്സിലായി? ഇപ്പൊ നമ്മളൊക്കെ അള്ളാഹിനോട് തേടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ ഞമ്മക്ക് തന്നെ ചെറിയ വരും. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പടച്ചവനോട് തേടുന്നത്. അല്ല, അങ്ങനത്തെ കാര്യങ്ങളാണ് പടച്ചവനോട് നമ്മൾ തേടുന്നത്. സ്വാലിഹീങ്ങളാകുന്ന ആൾക്കാർക്ക് ഒന്നും ആവശ്യമില്ല. സ്വാലിഹീങ്ങളാകുന്ന ആളുകളെ അപേക്ഷ അസ്സിദ്ഖു ഫിൽ ഉബൂദിയ, അടിമത്വത്തിലുള്ളതായ സത്യസന്ധതയെ മാത്രമാണ് അവർ അള്ളാഹുവിൽ നിന്ന് തേടുന്നത്. ഇതിന്റെ ഷറഹിൽ കാണാം എന്താണ് ഈ അടിമത്വത്തിലുള്ളതായ സത്യസന്ധത എന്താണെന്നറിയോ? ഒന്ന്, കശുക്രി അലാമ ഔല, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക. അള്ളാഹു തആല, അള്ളാഹുവേ നീ എനിക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്, അത് ശുക്ർ ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. അതാണ് അവർ അള്ളാഹുവിനോട് എന്ത് ചെയ്യണത്? തേടുന്നത്. രണ്ടാമത്തത് വസ്വബ്റു അലാ മബ്തല, എന്തെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തുനിന്ന് പരീക്ഷണങ്ങൾ വരുമ്പോ ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനുള്ള കഴിവ് നൽകണേ അല്ലാഹ്. ആരിഫീങ്ങൾ അങ്ങനെ തേടുന്നത്. അതുപോലെ തന്നെ മുആദാതു മൻ ആദാ, അള്ളാഹുവേ നീ ആരോടൊക്കെ ശത്രുത കാണിക്കുന്നുണ്ടോ അവരോടൊക്കെ ശത്രുത വെക്കാനുള്ള തൗഫീഖ് എനിക്ക് തരണേ അല്ലാഹ്. ഇസ്ലാമിന്റെ അടിസ്ഥാനമായി ആരിഫീങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, തഅലീമു മാ അല്ലമല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറല്ലാഹ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക. ഒരു അടിസ്ഥാനമായൊരു കാര്യമാണ്. അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചേ പറ്റുള്ളൂ, അള്ളാഹ് നിന്ദിച്ചതിനെ നിന്ദിച്ചേ പറ്റുള്ളൂ. അപ്പോ ഉബൂദിയ്യത്തിൽ സത്യസന്ധത എന്ന് പറഞ്ഞാൽ മുആദാതു മൻ ആദാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുത കാണിച്ചവരോട് ശത്രുത കാണിക്കുക. വ മുവാലാത്തു മൻ വാല, അള്ളാഹു സ്നേഹിച്ചവരെ നമ്മൾ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. അള്ളാഹു സ്നേഹിച്ചവരെ നമ്മൾ സ്നേഹിക്കുക. ഇപ്പൊ നേരെ തിരിച്ചാണ് ഇപ്പൊ നടക്കുന്നത്. അള്ളാഹു തആലാന്റെ ശത്രുക്കൾ ആരാണോ അവർ നമുക്ക് ഭയങ്കര ആദരവും ഓല് നമ്മളെ സ്വന്തം ആൾക്കാരുമാണ്, അല്ലേ? ഓലൊക്കെ ചെക്കന്മാരുടെ സ്വന്തം ആൾക്കാരാണ് അവരൊക്കെ എല്ലാവരും. അള്ളാഹുവിന്റെ ശത്രുക്കൾ ആരാണോ അവരുടെ ഒക്കെ ആൾക്കാരാണ് നമ്മൾ. എന്നാ അള്ളാഹു സ്നേഹിച്ച ആൾക്കാരുണ്ടോ അവരെ കുറിച്ച് ആർക്കും ചിന്തല്ല, അവരിലേക്ക് ആരും പോകൂല, അവരെ കുറിച്ച് ആരും പറയില്ല. ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്തിയിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നു തർക്കുൽ ഇഖ്തിയാരി അലൈഹി, സ്വന്തം അഭിപ്രായം ഒഴിവാക്കുക. എന്തും അല്ലാഹു തആല എന്താണോ നടപ്പാക്കുന്നത് അത് ചെയ്യുക. തർക്കുൽ ഇഖ്തിയാരി അലൈഹി, തർക്കുൽ ഇഖ്തിയാരി അലൈഹി, അവന്റെ മേലുള്ളതായ ഇഖ്തിയാർ സ്വാതന്ത്ര്യം അത് ഒഴിവാക്കുക. എനിക്കൊന്നിനും സ്വാതന്ത്ര്യമില്ല, എല്ലാം അല്ലാഹു തആലാക്ക് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ. അതാണ് ഉബൂദിയ്യത്തിലുള്ളതായ സത്യസന്ധത എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ദവാമുൽ മുറാഖബ, നിരന്തരമായ മുറാഖബ, അള്ളാഹുമായിട്ടുള്ളതായ ആ ഒരു ധ്യാനത്തിന്റെ മനസ്സ്. ദവാമുൽ മുറാഖബ, അള്ളാഹുവേ പൂർണ്ണമായും നിന്നിലേക്ക് തിരിയുന്ന ഒരവസ്ഥ നീ തരണേ എന്നാണ് സ്വാലിഹീങ്ങൾ എപ്പോഴും ദ്വാരക്കുന്നത്. അതുപോലെ തന്നെ വൽ വുഖൂഫു ബിബാബിഹി, അള്ളാഹുവേ നിന്റെ വാതിലിന്റെ അടുത്ത് നീ എന്നെ നിർത്തണേ, നിന്റെ വാതിലിന്റെ അടുത്ത് എന്നെ നീ നിർത്തണേ. അതെന്നെ എങ്ങനെ? ലാബിസൻ സൗബത്ത് തവാദു, വിനയത്തിന്റെ വസ്ത്രമണിഞ്ഞുകൊണ്ട്, വിനയത്തിന്റെ വസ്ത്രമണിഞ്ഞുകൊണ്ട് നിന്റെ വാതിൽക്കൽ നിൽക്കാനുള്ള തൗഫീഖ് നിനക്ക് കിട്ടണേ അല്ലാഹ്. ഇതാണ് ആര് ദ്വാരക്കണത്? ആരിഫീങ്ങളാകുന്ന ആളുകളുടെ ദ്വാര. ബഹുമാനപ്പെട്ട ഗൗസുല്ലാ എന്നും പറഞ്ഞല്ലോ, എത്രയോ ആളുകള് തഖ്വ കൊണ്ട് അള്ളാഹുവിലേക്ക് പോയ ആൾക്കാരുണ്ട്, സുഹുദ് കൊണ്ട് അള്ളാഹുവിലേക്ക് പോയ ആൾക്കാരുണ്ട്, പലതുകൊണ്ടും അള്ളാഹുവിലേക്ക് കണ്ടുമുട്ടിയ ആൾക്കാരുണ്ട്. ഞാൻ അള്ളാഹുവിലേക്ക് പോയത് അത്തവാദു, വിനയം കൊണ്ടാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഗൗസുല്ലാ എന്നും പറയുന്നത്. അപ്പോ യജമാനത്വത്തിലുള്ള സത്യസന്ധത എന്ന് പറഞ്ഞാല് ഓരോ ഹറക്കാത്ത് സക്കനാത്തുകളും അള്ളാഹു തആലാക്ക് ഒരു ആള് സമർപ്പിക്കണം. അതാണ് ഉബൂദിയ്യത്ത് എന്ന് പറഞ്ഞത്. അല്ലെ, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞല്ലേ, ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ പരലോകത്ത് ചെന്നിട്ട് എന്റെ റബ്ബ് എന്നെ യാ അബ്ദീ എന്ന് വിളിച്ചാൽ മാത്രം മതി, എനിക്ക് വേറൊന്നും ആവശ്യമില്ല. കാരണം ഞാൻ ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത ഒരടിമയാണ് എന്ന് അള്ളാഹുവിന്റെ ഒരു അംഗീകാര പത്രം ഉണ്ടല്ലോ, അത് മതി എനിക്ക്. യാ അബ്ദീ എന്ന് അള്ളാഹു തആല എന്നെ എന്ത് ചെയ്താൽ മതി? എന്നെ വിളിച്ചാൽ മതി.
ആരാ അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു? ആ കാലഘട്ടത്തിലെ കുത്തുബാണ്. ആര്? അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. കുത്തുബ് എന്ന് പറഞ്ഞാല് അദ്ദേഹം വാഹിദുസ് സമാനാണ്, കുത്തുബുസ് സമാനാണ്. ആ കാലഘട്ടത്തിൽ അതുപോലത്തെ ഒരാൾ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ വ്യക്തിയാണ് പറയുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോ അല്ല എന്നെ എന്ത് ചെയ്താൽ മതി, എന്നെ യാ അബ്ദി എന്നൊന്ന് വിളിച്ചാൽ മതി. അതിനുശേഷം പറയുന്നു വൽ ഖിയാമു ബിഹുഖൂഖി റുബൂബിയ്യ. അപ്പോ ആരിഫീങ്ങളെ തേട്ടം ഒന്ന്, അടിമത്വത്തിലുള്ള സത്യസന്ധത എനിക്ക് തരണേ അല്ലാഹ് എന്നുള്ളതാ ഒന്ന്. രണ്ടാമത്തത് വൽ ഖിയാമു ബിഹുഖൂഖി റുബൂബിയ്യ, യജമാനത്വത്തിനോടുള്ള കടപ്പാടുകളുണ്ട്, അത് നിർവഹിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. റബ്ബ്, റുബൂബിയത്ത്, യജമാനത്വത്തിനോടുള്ള കടപ്പാടുണ്ട്, അത് നിർവഹിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. ഈ ശറഹില് ഷുർനൂബിമാം പറയുന്നുണ്ട് വശത്താന ബൈന മൻ ഹിമ്മത്തുഹു അൽ ഹൂർ വൽ ഖുസൂർ വബൈന മൻ ഹിമ്മത്തുഹു റഫ്ഉ സുതൂരി വദവാമുൽ ഹുളൂർ. നമ്മൾ അള്ളാഹുവിനോട് തേടുന്നതും ആരിഫീങ്ങൾ അള്ളാഹുവിനോട് തേടുന്നതിന്റെ വ്യത്യാസം പറയാണ്. ശത്താന, എത്രമാത്രം അന്തരമാണ്. ബൈനമൻ, ഒരാളെ ഇടയിൽ, ഹിമ്മത്തുഹുൽ ഹൂർ വൽ ഖുസൂർ, മൂപ്പര് തേടുന്നത് എന്താണ്? പടച്ച റബ്ബേ നാളെ നിന്റെ സ്വർഗീയ കൊട്ടാരം എനിക്ക് തരണേ അല്ലാ, ഹൂറിലീങ്ങളെ കാണാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഇതാണ് എന്ത് ചെയ്യണത്? ചില ആൾക്കാർ അള്ളാഹുവിനോട് ദ്വാരക്കണത്. എന്നാൽ ചില ആൾക്കാർ അള്ളാഹുവിനോട് ദ്വാരക്കണത് അള്ളാഹുവേ റഫ്ഉ സുതൂരി വദവാമുൽ ഹുളൂർ, അള്ളാഹുവേ ഞങ്ങളെ കർട്ടണ്ട്, നിന്റെയും എന്റെയും ഇടയിൽ ഒരു കർട്ടണ്ട്, ഒരു സുത്തൂർ, ഒരു മറ, ആ മറയൊന്ന് നീക്കി തരണേ അല്ലാഹ്. വദവാമുൽ ഹുളൂർ, പൂർണ്ണമായും നിന്നിലേക്ക് മാത്രം തിരിയുന്ന, നിന്നെ മാത്രം കാണുന്ന ഒരവസ്ഥ നീ തരണേ അല്ലാഹ് എന്നാണ് വേറൊരു വിഭാഗം ആൾക്കാർ ചോദിക്കേണ്ടത്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കണത് എന്താണ്? സ്വർഗീയ കൊട്ടാരങ്ങൾ നൽകണേ അല്ലാഹ്, ഹൂർലീങ്ങളെ നൽകണേ അല്ലാഹ്. ഇവിടെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു, അവിടെ സുഖസുന്ദരമായി കടന്നുറങ്ങാനും എല്ലാ നിലക്കുള്ള അനുഭൂതികളും തരണേ അല്ലാഹ് എന്ന് ഒരു വിഭാഗം തുറക്കുമ്പോ ഒരു വിഭാഗം എന്താ അള്ളാഹിനോട് തുറക്കണത്? അള്ളാഹുബേ എന്റെയും നിന്റെ ഇടയിൽ ഒരു ഹിജാബ് ഉണ്ട്, ആ ഹിജാബ് ഒന്ന് തുറക്കണേ അല്ലാഹ്, പൂർണ്ണമായി നിന്നെ കാണുന്ന ഒരവസ്ഥ തരണേ അല്ലാഹ്. ഇത് ബഹുമാനപ്പെട്ടവർ പറയണേ, ഈ ചോദിക്കുന്ന രണ്ടാൾക്കാരുടെയും ദർജ എത്രമാത്രം വ്യത്യാസമുണ്ട് എന്നാണ് ഷുർനൂബി ഇമാം എന്ത് ചെയ്യണത് പറയണത്. മനസ്സിലാവുണ്ടോ? അപ്പോ രണ്ട് കാര്യങ്ങൾ സത്യത്തിൽ എന്ത് ചെയ്യണം? ആരിഫീങ്ങളാകുന്ന ആളുകളുടെ അപേക്ഷയാണ്. ഒന്ന്, അടിമത്വത്തിലുള്ളതായ സത്യസന്ധതയും, രണ്ട്, യജമാനത്വത്തിനോടുള്ള കടപ്പാടുണ്ടല്ലോ അത് നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇത് എപ്പോഴും അവർ അപേക്ഷ, ഇതല്ലാതെ വേറൊന്നുമില്ല. നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടെന്ന് അറിയോ? ശ്രദ്ധിക്കണേ, ഇത് രണ്ടും, അതായത് ഉബൂദിയ്യത്ത് എന്താണെന്നുള്ളതും റുബൂബിയ്യത്ത് എന്താണ് എന്നുള്ളതും ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അവന്റെ അമലിൽ പൂർണ്ണമായ ഇഖ്ലാസ് വേണമെന്ന്. അമലിൽ പൂർണ്ണമായ ഇഖ്ലാസ് ഒരാളിൽ കൈവരുമ്പോഴാണ് ഉബൂദിയ്യത്തിന്റെ മഖാം എന്താണ് എന്നും റുബൂബിയ്യത്തിന്റെ മഖാം എന്താണെന്നും ഒരാൾക്ക് മനസ്സിലാകാം. ഒന്നാമത്, നമ്മളും അള്ളാഹുവും തമ്മിലുള്ള രഹസ്യങ്ങളുണ്ട്. അതൊരിക്കലും ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തു വിടാൻ പാടില്ല. അത് അവനും അള്ളാഹുവും തമ്മിൽ മാത്രം അറിയേണ്ട കാര്യമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരിക്കൽ ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുദ്ദി റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ ആരിഫായ വലിയ സ്വാലിഹുൽ മുദ്ദി എന്ന് പറയുന്നത് ഷഅബാനത്തുൽ മിസ്രിയെ വലിയ മഖാമിലേക്ക് എത്തിച്ച അള്ളാഹുവിന്റെ ആരിഫാണ് ആര്? ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുദ്ദി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ കടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തില് ഗൈബിയായ ലോകത്ത് ഭയങ്കര ആരവങ്ങള്, കൊടിതോരണങ്ങളും, ആരൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കാത്തിക്കാണ്. ആരൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരുങ്ങി കൊടിതോരണങ്ങളൊക്കെ തൂക്കിയിട്ട് ഒരു വലിയ പദവിയിലേക്ക് ഒരാളെ കൊണ്ടുവരികയാണ്, ഒരു സ്ഥാനത്ത് ഒരാൾ ഇരുത്തുകയാണ്. അപ്പൊ മൂപ്പരിങ്ങനെ നോക്കി, എന്താണ് ഇപ്പൊ സംഭവം? അപ്പൊ അദ്ദേഹം തന്നെ ചോദിച്ചു അവിടുത്തെ ആൾക്കാരോട്, അല്ല എന്താണ് ഇപ്പൊ ഇത്ര ആഘോഷം? ഇന്ന് ഗൈബിയായ ലോകത്ത് എന്താ അത്ര വലിയ ആഘോഷം എന്ന് ചോദിച്ചു. അപ്പൊ അവിടുത്തെ ആൾക്കാരൊന്നും, അല്ലയിലെത്ത ഈ രാത്രിയില് ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ ഖുതുബായിട്ടുണ്ട്. ഈ രാത്രിയില് ഇമാം നബവി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഖുതുബായിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? റിജാലുൽ ഗൈബിൽപ്പെട്ട ഒരാള് അതിപ്പോ ഇനിയിപ്പോ ആ വിഷയം പറഞ്ഞപ്പോ അങ്ങോട്ട് നീണ്ടുപോകുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാല്, അതുവരെ ആ സ്ഥാനത്തുണ്ടായിരുന്ന ഒരാൾ മരണപ്പെട്ടു പോയി. ആ സ്ഥാനത്തേക്ക് പുതിയതായി ആരെ നിയോഗിക്കുകയാണ്? ഖുതുബ് സമാനായിട്ട് ഇമാം നബവി തങ്ങളെ നിയോഗിക്കുകയാണ്.
ആരവങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത് എന്ന് പറഞ്ഞു. സ്വാലിഹുൽ മുജീർ റളിയല്ലാഹു അൻഹു ഉണർന്നു. ഇമാം നബവി തങ്ങളെ കുറിച്ച് സ്വാലിഹുൽ മുജിക്ക് അറിയാം ഇമാം നബവി തങ്ങൾ ആരാന്നുള്ളത്. അദ്ദേഹം ഡമസ്കസ് പള്ളിയിൽ അഷ്റഫിയ പള്ളിയിലെ മുദരിസാണ്. ആര്? ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ കണ്ട കാര്യം ഇമാം നബവി തങ്ങളോടൊന്ന് പറയണല്ലോ, ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടുകൂടും എന്നുള്ളത്. നിങ്ങൾ കുത്തുബായത് ഞാൻ കണ്ടുകൂടും എന്ന് പറയണല്ലോ, അല്ലെങ്കിൽ ഇതിന് സത്യാവസ്ഥ അറിയണല്ലോ. ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുജീർ റളിയല്ലാഹു അൻഹു വേഗം അവിടുന്ന് യാത്ര തിരിച്ചു. ഡമസ്കസ് എത്തി. അഷ്റഫിയ പള്ളിന്റെ പള്ളി അവിടെ മദ്രസയിലെത്തിയപ്പോ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നുണ്ട്. സാലിഹുൽ മുജീർ തങ്ങളെ കണ്ടപ്പോ ഇമാം നബവി തങ്ങൾ എഴുന്നേറ്റിട്ട് നേരെ ഓടി വന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, നിങ്ങൾ കണ്ട വിഷയം ആരോടും നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ കണ്ട വിഷയം ആരോടും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? അപ്പോ രണ്ട് കാര്യങ്ങളാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സ്വാലിഹുൽ മുജീർ തങ്ങൾ വന്നപ്പോ നിങ്ങൾ കണ്ട കാര്യം നിങ്ങൾ ആരോടും പറയരുത് എന്നാ പറഞ്ഞത്. കാരണം എന്താണ്? അവിടെ കുത്തുബാനിയത്തിന്റെ പദവി കൊടുക്കുമ്പോൾ അവിടെ ആരുണ്ട്? ഈ സ്വാലിഹുൽ മുജീർ തങ്ങളും ഉണ്ട്. അതാണ് നിങ്ങൾ കണ്ട വിവരം ആരോടും പറയരുത് എന്ന് പറഞ്ഞു. രണ്ടാമത്തത്, 45 വയസ്സുള്ളൂ ആർക്ക്? ഇമാം നബവി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ആകെ 45 വയസ്സുള്ളൂ. അതിന്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട ഒരു വലിയ കുത്തുബാനിയത്തിന്റെ പദവിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഞാനും അള്ളാഹു തമ്മിലുള്ളതായ രഹസ്യം, ഒരു കുത്തുബാനിയത്തിന്റെ രഹസ്യം, അതൊരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ പാടില്ല എന്ന് ഇമാം നബവി തങ്ങൾ എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. അത് ആ ഇഖ്ലാസിന്, അതുവരെയുള്ള ജീവിതത്തിന്റെ ഇഖ്ലാസിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പദവിയാണ്. അപ്പൊ ഓരോ മനുഷ്യനും അള്ളാഹു നൽകുന്ന പദവി അവന്റെ ജീവിതത്തിലെ വിശുദ്ധിയും അവന്റെ ഇഖ്ലാസും കണ്ടിട്ടാണ്. നമ്മളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടാൽ അത് അപ്പ പരസ്യമാക്കും. എന്തെങ്കിലും അനുഭൂതികൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ള ഒരാളോട് ഷെയർ ചെയ്യും. നമ്മളും അള്ളാഹും തമ്മിലുള്ള രഹസ്യം നമ്മൾ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറിയാൻ പറ്റുള്ളൂ. അതിലൂടെ അള്ളാഹു തആല നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ തജല്ലിയാത്തും അൻവാറുകളും ഇട്ട് തരുള്ളൂ. മനസ്സിലാവണ്ടോ? അപ്പൊ ഈ ഉബൂദിയത്തിന്റെ മഖാമും റുബൂബിയത്തിന്റെ മഖാമൊക്കെ തിരിച്ചറിയാനും അതറിഞ്ഞുകൊണ്ട് അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.